യു ആർ ദ ഗോഡ് ഹു ക്രിയേറ്റഡ് യു. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവം നീ തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായത്. അതെന്ത് തന്നെയായാലും അതിന് നമ്മുടെ ജീവിതം തന്നെയാണ് കാരണം. ഇതുവരെയുള്ള ജീവിതം തന്നെയാണ് ആ ഒരു ഫീലിങ്ങിന് കാരണം. അത് നമുക്ക് തള്ളിക്കളയണ്ട. എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഒരു കുഞ്ഞ് ഹാൻഡ് റിട്ടൺ ബുക്കിലെ കാര്യങ്ങളാണ്. വളരെ കുഞ്ഞു ബുക്ക്. ബുക്കിൻ്റെ പേര് ദ ട്രൂത്ത്, ബി ദ വൺ ലൈറ്റ് യു ഓൾവേസ് മെൻ ടു ബി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ബുക്ക്. പിന്നെ ഒരു കാര്യം കൂടെ ബുക്ക് പറയുന്നുണ്ട്, ഫൈൻഡ് യുവർ ട്രൂത്ത്. ഈ ബുക്കിലുടനീളം പറയുന്നൊരു കാര്യം ഇതാണ്, ഫൈൻഡ് യുവർ ട്രൂത്ത്, നിങ്ങളുടെ സത്യം കണ്ടെത്തുക. ഈ ബുക്കിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്, യു ആർ ദ ഗോഡ് ഹു ക്രിയേറ്റഡ് യു. എന്ത് വിശ്വസിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നൊരു ബുക്കല്ല ഇത്. 5 പാർട്ടിലൂടെ നമ്മളെ തന്നെ സഹായിക്കുന്ന, നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്ക്. നമ്മളുടെ ഓൾഡ് പാറ്റേൺസിനെ ചലഞ്ച് ചെയ്ത് നമ്മളുടെ സത്യം കണ്ടെത്തി നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ജീവിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പം വളരെ ഓപ്പൺ ഒരു മനസ്സുണ്ടായിട്ട് നമുക്കിത് കേട്ടിട്ടേ കാര്യമുള്ളൂ. കാര്യം ഇതിനകത്ത് പല സത്യങ്ങൾ, ഇതിൽ പറയുന്ന പല സത്യങ്ങളും നമ്മളുടെ ഇതുവരെയുള്ള വിശ്വാസ രീതികൾക്കും എല്ലാത്തിനും നേരെ വിപരീതമാണ്. എല്ലാത്തിനെയും ചലഞ്ച് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം അത് കേട്ടിട്ട് ഇതിനകത്തെ സത്യങ്ങൾ എനിക്ക് ചലഞ്ചിങ്ങായി തോന്നി, എൻ്റെ സത്യങ്ങളായിട്ട് തോന്നി. അത് എൻ്റെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെ സത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഇതിനകത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഈ ബുക്കിൻ്റെ 3-ാമത്തെ പാട്ടെന്ന് പറയുന്നത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു പാട്ടാണ്. കാരണം ഇത് എല്ലാ റിലീജിയസ് ലീഡേഴ്സിനും ആൾക്കാരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന എല്ലാ ഗൈഡ്സിനും ഉള്ള ഒരു മെസ്സേജാണ്. അപ്പം ബുക്ക് ഇവർക്ക് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, ഫസ്റ്റ് ഫൈൻഡ് യുവർ ഓൺ ട്രൂത്ത്, നിങ്ങൾ നിങ്ങളുടെ സത്യം കണ്ടെത്തുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക. കാര്യം നിങ്ങളുടെ തന്നെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത്, ഒരു ഇന്നർ ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത്, ആ ഒരു സ്ട്രഗിളിൽ നിങ്ങൾ നോർമൽ ആൾക്കാരുടെ കണക്ക് തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സത്യം പഠിപ്പിക്കാൻ പറ്റുക? അതേ സമയത്ത് നിങ്ങൾ സത്യം കണ്ടെത്തി ആ സത്യത്തിൽ ജീവിച്ച് ആ സത്യം നിങ്ങളുടെ ജീവിത മാതൃകയാക്കിയ ആൾക്കാർക്ക് കാണിക്കുമ്പോൾ, എന്നിട്ട് പറയുമ്പോൾ ഉണ്ടാക്കുന്നൊരു ഇൻഫ്ലുവൻസ്, ആ ഒരു വ്യത്യാസം വളരെ വലുതാണ്. അതാണ് ബുക്കിൽ പറയുന്ന 3-ാമത്തെ പാട്ട്. നിങ്ങൾ ഏത് റിലീജിയൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കാര്യം നിങ്ങൾക്ക് ഈ സമൂഹത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാര്യം ഈ ഭൂമിയിൽ മലയാളികൾ മാത്രമല്ല, കൂടുതലും ബിലീവേഴ്സാണുള്ളത്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ കുറവാണ്. ദൈവത്തിൽ ആൾക്കാർ വിശ്വസിക്കുന്ന ഓരോ റിലീജിയൻ വഴിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ റിലീജിയൻ ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ റിലീജിയൻ തന്നെ സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്, ഏത് റിലീജിയൻ ആയാലും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസിൻ്റെ സ്ട്രഗിളിൽ കടന്ന് കളിക്കുമ്പോൾ നോർമൽ ആൾക്കാരെ കണക്ക് തന്നെ, അവരുടെ കണക്ക് തന്നെ ഈഗോ, ഫിയർ, ആങ്സൈറ്റി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലും കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സത്യമാവാൻ പറ്റുന്നത്? ആ സത്യത്തിൽ നിൽക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് സത്യം പഠിപ്പിക്കാൻ പറ്റുന്നത്? സത്യം കണ്ടെത്താത്ത ഒരാൾക്ക് എങ്ങനെ സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? അതാണ് ബുക്ക് ചോദിക്കുന്ന ഒരു കാര്യം. അത് പറയുന്നത് നിങ്ങൾ റിലീജിയസ് ലീഡേഴ്സിനോട് പ്രത്യേകം പറയാൻ ഈ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോർമൽ ആൾക്കാരെ കണക്ക് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരല്ല. നിങ്ങൾക്ക് ടൈമുണ്ട്, അതിനുള്ള സ്പേസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ കോളെന്ന് പറയുന്നത് ലക്ഷറിയോ കംഫോർട്ടോ നോക്കി പോകുന്നതല്ല. നിങ്ങളുടെ യഥാർത്ഥ കോളെന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കുക, സത്യം കണ്ടെത്തുക, സത്യത്തിൽ ജീവിക്കുക, ആ ജീവിതം മാതൃകയാക്കിയിട്ട് ജീവിതം പറയണം, എന്നിട്ട് അതിൽ നിന്ന് സംസാരിക്കുക. അപ്പോഴാണ് ആൾക്കാർക്കത്, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കും അത് മനസ്സിലാകത്തുള്ളൂ. കാര്യം നിങ്ങൾ പോലും അറിയാതെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് ജീവിതത്തിൽ നോർമൽ ലൈഫിൽ കടന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല അവർക്ക്, വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഒരു മാറ്റവും ഇല്ല. അത് കൂടുതൽ വിശ്വാസികളും ബ്ലൈൻഡ് ബിലീവേഴ്സാണ്. അവർക്ക് കിട്ടിയ വിശ്വാസം അതേ കണക്ക് വിശ്വസിച്ച ആൾക്കാരാണ്. ജനിച്ചപ്പോൾ കിട്ടിയ ബുക്കായിക്കോട്ടെ, വിശ്വാസമായിക്കോട്ടെ, അത് അതേ കണക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കൂടുതൽ വിശ്വാസികളും. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർ വരെ വളരെ കുറവാണ്.
ആ രീതിയിലാണ് നമ്മളുടെ എല്ലാ റിലീജിയനും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ദൈവം എന്ന് പറഞ്ഞ ശക്തി പുറത്തു കൊടുത്തു. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനേ പാടില്ല എന്ന് കൊടുത്തു. നമുക്കുള്ളിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് സംശയങ്ങൾ വളർന്നു വന്ന ഓരോ സമയങ്ങളിൽ. എൻ്റെ വിശ്വാസം കറക്റ്റാണോ? ഞാൻ വിശ്വസിക്കുന്നത് അല്ല എൻ്റെ രീതികൾ ശരിയാണോ? അല്ലെങ്കിൽ എന്താണ് ദൈവം? യഥാർത്ഥ സത്യം എന്താണ്? എല്ലാവരുടെയും ലൈഫിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്താണ്? ഇതിനകത്ത് ലൈഫിൻ്റെ അർത്ഥം എന്താണ്? സത്യം എന്താണ്? ഇതൊക്കെ അറിയണമെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ റിലീജിയസ് ലീഡേഴ്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അതിനുള്ള ടൈമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഉപയോഗിക്കുക. തുടങ്ങേണ്ടി വന്നാൽ സീറോയിൽ നിന്ന് തുടങ്ങുക. കാര്യം പഠിച്ചതെല്ലാം ഒരു സൈഡിൽ വയ്ക്കുക. ഓപ്പൺ ഹാർട്ടോട് കൂടി പുതിയ അറിവുകൾ എടുക്കുക. നിങ്ങളുടെ ബുക്കുകൾ റെഫർ ചെയ്യുന്ന പുറത്തുനിന്നുള്ള മിസ്സിങ് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ടുള്ള എല്ലാ സോഴ്സും നമുക്ക് ഇന്ന് കൈയുടെ തുമ്പത്തുണ്ട്. റെഫർ ചെയ്യുകയല്ല, എല്ലാത്തിൽ നിന്നുള്ള ഉത്തരം നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സത്യമാണുള്ളത്. സത്യം സത്യത്തെ തിരിച്ചറിയും. ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, വേണ്ടത് മാത്രം, അല്ലാത്ത വിട്ടേക്കുക. നിങ്ങൾക്ക് കണക്റ്റ് ആവാത്ത കാര്യങ്ങൾ എടുക്കുക വേണ്ട, കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. എടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ഉള്ളിലെ സത്യം, നിങ്ങൾക്ക് സത്യം കിട്ടും. അത് ഓപ്പണായിട്ട് നിങ്ങളുടെ കൊളീഗ്സ് ആരുമായിട്ടും ഷെയർ ചെയ്യുക. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചേ പറ്റൂ. കാര്യം നിങ്ങളുടെ കോൾ അതാണ്. സത്യം കണ്ടെത്തുക, സത്യം അന്വേഷിക്കുക, കണ്ടെത്തുക, സത്യത്തിൽ ജീവിക്കുക, സത്യം മാതൃകയാക്കുക, സത്യം ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക. അത് ഏത് റിലീജിയനായാലും അതിനകത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ. അല്ലെങ്കിൽ റിലീജിയൻ വിട്ടേര്, നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഒരേ ഒരു ശക്തിയിലാണ്, ദൈവത്തിലാണ്. സത്യത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി ഒരു ലൈഫ് കൂടി നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്ട്രഗിളിലേക്ക് പോകുന്നതിനെക്കാട്ടിയും ആ ബ്ലൈൻഡ് ബിലീഫിൽ നിന്ന് മാറ്റിയിട്ട് അവരെ സഹായിക്കുക, സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുക. നിങ്ങൾ നിങ്ങളുടെ സത്യം ഫസ്റ്റ് കണ്ടെത്തുക, എന്നിട്ട് ബാക്കിയുള്ളവരെ സത്യത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കുക. അതാണ് ബുക്കിൽ പറയുന്ന മൂന്നാമത്തെ പാട്ട്. അതെനിക്കും പേഴ്സണലായിട്ട് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനും ഇത്രയും എടുത്തു പറഞ്ഞത്. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയധികം ആൾക്കാരാണ് തിരിച്ച് ചിന്തിക്കത്ത പോലും ഇല്ല. നമ്മളിപ്പം കേട്ട് കഴിഞ്ഞാൽ പോലും അങ്ങനൊരു ചിന്ത മാറ്റി ചിന്തിക്കാൻ പോലും ആരും റെഡിയല്ല. അത്രയ്ക്ക് ആഴമായിട്ട് അവർ ഉള്ളിൽ വിശ്വാസങ്ങൾ പതിഞ്ഞു. അതിന് മെയിൻ ഇൻഫ്ലുവൻസ് നിങ്ങളാണ്. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ പകരുന്നത് സത്യമാണോ അതോ എന്താണെന്ന്. സത്യം കണ്ടെത്തുക, ആ സത്യമാവുക, ആ സത്യം ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക. അതാണ് എനിക്കും ഈ ബുക്കിലും പറയാനുള്ളത്.